ബോൺ ഫോർ ട്രാവലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ ലേറ്റ് ആയത് കാരണം തെൻതിരുപ്പരയും രാജാപതിയും രണ്ട് അമ്പലങ്ങൾ നമുക്ക് ദർശനം ചെയ്യുന്നത് രാത്രിയായിരുന്നു. അപ്പോൾ വളരെ തിരക്കിലാണ് ഇത് ദർശനം നടത്തിയത് കാരണം വീഡിയോ റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ ചെയ്യാമെന്ന് കരുതുന്നു. അപ്പോൾ നവകൈലാസം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഓടുമായിരുന്നു, അത് കാരണം റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ കേരളത്തിലെ നിലാനദി തൊണ്ണൂറുള്ള നിലാനദിക്ക് പകരമാണ് നമ്മുടെ ഈ തമിഴ്നാട്ടിലെ താമരപരണി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏരിയയിലൂടെ കടന്നു പോകുന്ന നദിയാണ്. ഇതിൻ്റെ ശരിക്കും ജലസ്രോതസ് തമിഴ്നാടിൻ്റെ എന്ന് പറയുന്നത് താമരപരണി തന്നെയാണ്. നമ്മളിപ്പോൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് താമരഭരണി നദിയാണ്. താമര നദി ഭരണിയുടെ കുറുകെയുള്ള പാലത്തിൽ കൂടെയാണ് നമ്മളിപ്പോൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി ഞങ്ങൾ ദർശനം ചെയ്ത് തെൻതിരുപ്പരൈ, അതുകൂടാതെ രാജപത്തി, ഇങ്ങനെ രണ്ട് അമ്പലങ്ങൾ ഇന്നലെ രാത്രി ദർശനം ചെയ്തു. പക്ഷേ അത് കാരണം നമുക്ക് രാത്രി ആയത് കാരണം റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. നവകൈലാസ ദർശനത്തിലെ അവസാന കൈലാസ ക്ഷേത്രത്തിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇന്നലെ ഞങ്ങൾക്ക് ലേറ്റായിരുന്നു, വരാൻ പറ്റില്ല. ഇന്നിപ്പോൾ വന്ന് തൊഴുതു. നവകൈലാസത്തിലെ അവസാന കൈലാസമായ ചന്ദമംഗലം. ഇവിടെ ശുക്രനാണ് മെയിൻ. ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. ശിവൻ തന്നെയാണ് ശുക്രൻ. നമഃശിവായ. ശരിക്കും ഈ അമ്പലത്തിൻ്റെ പേര് സെന്തപ്പൂമംഗലം എന്നാണ്. പക്ഷേ അത് പറഞ്ഞ് സെന്തമംഗലം എന്നാണ് പറയുന്നത്. ഞങ്ങൾ വന്നപ്പോൾ അമ്പലത്തിൽ തൊഴാൻ ആൾക്കാർ കുറവായിരുന്നു. ഞങ്ങൾ രാവിലെയാണ് എത്തിയത്. നല്ല ദർശനം കിട്ടി. അതുകൂടാതെ അവിടെ ഒരു അമ്മ ഇരിപ്പുണ്ടായിരുന്നു. അവർ പറഞ്ഞു റെക്കോർഡ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ അവരുടെ അനുവാദം മേടിച്ച് നമ്മൾ അകത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്ന അകത്തെ കാഴ്ചയാണ്. നമ്മൾ പുറത്തിറങ്ങി. വളരെ വലിയ അമ്പലമാണ്. നമ്മൾ പുറത്തൊരു പ്രദക്ഷിണം വെക്കുകയാണ്. പുറത്ത് പ്രദക്ഷിണം വെച്ചിട്ട് വീണ്ടും അകത്ത് കയറി അകത്ത് ഒരു പ്രദക്ഷിണം വെക്കണമെന്ന് കരുതുന്നു. അകത്ത് കുറച്ച് ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് പുറത്ത് ഷൂട്ട് ചെയ്തിട്ട് അകത്തേക്ക് പോകാമെന്ന് കരുതുന്നു. നമ്മുടെ സതീർത്ഥൻ ഓടി നടന്ന് പടം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അങ്ങനെ നമ്മൾ അകത്ത് കയറി. ലക്ഷ്മികളാണിത്. ഇവിടങ്ങളിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാം തമിഴിലാണ് എഴുതിയിരിക്കുന്നത്, ഭഗവാന്റെ പേരും എല്ലാം. അപ്പം തമിഴ് വായിക്കാൻ അറിയത്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷിലൂടെ എഴുതിയിരുന്നത് സാധാരണക്കാർക്ക് വായിക്കാമായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. തമിഴ്നാട്ടിൽ വന്നിട്ട് എല്ലായിടത്തും ഇത് തന്നെയാണ് സ്ഥിതി. ഈ അമ്പലത്തിലേക്ക് വരാനായിട്ട് തൂത്തുക്കുടിയിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ ദൂരമുണ്ട്. അത് തിരുച്ചെന്തൂർക്ക് പോകുന്ന വഴിക്കാണ്. ആത്തൂർ ആൻഡ് പുന്നക്കായൽ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ 9ാമത്തെ കൈലാസമായ സെന്തപ്പൂമംഗലം. അതായത് സെന്തമംഗലം എന്നും പറയും. ശരിക്കുള്ള പേര് സെന്തപ്പൂമംഗലം. നവഗ്രഹങ്ങളാണിത്. നവഗ്രഹങ്ങളുടെ വ്യൂ ആണ്. അങ്ങനെ നവകൈലാസം പൂർത്തിയായി. വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ നമസ്കാരം. ബൈ ബൈ.